അവാർഡ് നേടിയ സൗബിൻ ഷാഹിർ സംസാരിച്ചു. അവാർഡുകൾ ഉണ്ടാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് കൂടുതൽ മധുരം കൂടി. അത് പ്രതീക്ഷിക്കാതെയാണ് മിക്കതും. വെച്ചാൽ പടത്തിനൊക്കെ കിട്ടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അജയനാണെങ്കിലും ഷൈജും എല്ലാവർക്കും കിട്ടുമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്ര അധികം കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വളരെയധികം സന്തോഷം. അഭിനന്ദനങ്ങൾ നേരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് എല്ലാവരും നിൽക്കുന്നത്. ഇത്രയും അവാർഡുകൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ ഒരു ടീമിന് നേരുകയാണ്. ക്യാമറമാൻ വിബി തടത്തലിനൊപ്പം ആര്യ വിനോദ്, മീഡിയ 1 കൊച്ചി. കൊച്ചിയിൽ നിന്ന് ചന്ദ്ര ചേരുന്നുണ്ട്. ചന്ദ്ര, മികച്ച നടൻ കൊടുമൻ പോറ്റി കൊണ്ടുപോയി. നമുക്കറിയാം ടൊവിനോ തോമസ്, ആസിഫ് അലി, വിജയരാഘവൻ, അങ്ങനെ ഒരുപാട് പേര് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ടൊവിനോയെയും ആസിഫ് അലിയും സൗബിനെയും ഒക്കെ പരിഗണിച്ചിട്ടുണ്ട്. സഹനടനായി സൗബിൻ വരുന്നുണ്ട്. ഒപ്പം തന്നെ പ്രത്യേക ജൂറി പരാമർശം ആസിഫ് അലിക്കും ടൊവിനോ തോമസിനുമുണ്ട്. നമ്മൾ ഇതെല്ലാം പറഞ്ഞിരുന്നതാണ്, പ്രതീക്ഷിച്ചിരുന്ന അവാർഡാണ് എല്ലാവരിലേക്കും എത്തിയിരിക്കുന്നത് എന്ന് തന്നെയല്ലേ തോന്നുന്നത്? തീർച്ചയായും അതെ. മമ്മൂട്ടിയുടെ പേര് തുടക്കം മുതൽ തന്നെ കേട്ടിരുന്നതാണ്, എടുത്തു കേട്ടിരുന്ന പേര് തന്നെയാണ് മമ്മൂട്ടിയുടെ പേര്. ഭ്രമയുഗം എന്ന സിനിമ മലയാള സിനിമയിൽ അവശേഷിപ്പിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് കൂടെയാണ്. ഒരു മോണോക്രോം വിഷ്വലിൽ എത്ര മനോഹരമായാണ് ആ മനുഷ്യർ തന്റെ വിരലുകൾ കൊണ്ടുപോലും അഭിനയിച്ചത് എന്ന തെളിവിനാണ് ഈ അവാർഡ് തീർച്ചയായും സിംബലൈസ് ചെയ്യുക എന്ന് നമുക്ക് തീരുമാനിക്കാം. രാജമാണിക്യത്തിലൊക്കെ പറഞ്ഞതുപോലെ അധികാര പരിധി തീരും വരെ അയാൾ ഇവിടെ ഭരിക്കുമെന്ന് തന്നെയാണ് അവാർഡുകളിലൂടെയും പ്രകടനങ്ങളിലൂടെയും മമ്മൂട്ടി വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിയുടെ കാലം എന്ന് തന്നെ വേണമെങ്കിൽ സൂചിപ്പിക്കാം. അതോടൊപ്പം തന്നെ പ്രത്യേക ജൂറി പരാമർശത്തിൽ നമ്മൾ മുൻപ് സൂചിപ്പിച്ച പേരുകളെല്ലാം തന്നെ കേൾക്കുന്നുണ്ട്. അതിൽ വിജയരാഘവന്റെ പേര് മാത്രമാണ് ഇല്ലാതെ പോയത്. എങ്കിൽ പോലും ആസിഫ് അലിയുടെ പ്രകടനവും ടൊവിനോയുടെ പല കാലഘട്ടങ്ങളിലായുള്ള ടൊവിനോയുടെ പ്രകടനവും എടുത്തു പറയുകയുണ്ടായി. ഏറ്റവും സന്തോഷം തീർച്ചയായും മലയാളത്തിന്റെ മഹാനടൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ പേര് ആ അവാർഡ് വേദിയിൽ കേൾക്കുന്നത് തന്നെയാണ്. തീർച്ചയായും അതിന് മലയാള സിനിമയ്ക്ക് തന്നെ പ്രത്യേക പ്രൗഢി ഫീൽ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പ്രകാശ് രാജ് സൂചിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ട് മലയാള സിനിമയിൽ കുട്ടികൾക്കുള്ള ചിത്രങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത്. വലിയ രീതിയിലുള്ള ഒരു ക്രിറ്റിസിസം തന്നെയാണ് മലയാള സിനിമയോട് പ്രകാശ് രാജ് ചോദിക്കുന്നത്. മികച്ച സിനിമകൾ കൊണ്ട്, മികച്ച കലാസംരംഭങ്ങൾ കൊണ്ട്, മികച്ച കലാസൃഷ്ടികൾ കൊണ്ട് രാജ്യം മുഴുവനും പേരെടുക്കുമ്പോഴും നല്ല സിനിമകൾക്ക് അവാർഡ് കിട്ടുമ്പോഴും എന്തുകൊണ്ട് കുട്ടികൾക്കായി സിനിമകൾ നിങ്ങൾ ഉണ്ടാക്കുന്നില്ല? അത് അദ്ദേഹം ആദ്യം തന്നെ ആ പ്രസ് മീറ്റിൽ പറഞ്ഞു എന്നുള്ളതാണ്. അതേറെ ശ്രദ്ധിക്കപ്പെട്ട കാര്യം കൂടിയാണ്, അല്ലെങ്കിൽ ചർച്ചയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആ രീതിയിൽ ഒരു ചിത്രം കേരളത്തിൽ വരുന്നില്ല. അതിപ്പം നമുക്കറിയാം, സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ കേരള ഫിലിംസ് ആണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് ചേക്കേറുന്നു എന്നുള്ളതാണ്. നമുക്ക് അനുരാഗ് കശ്യപൊക്കെ ഇങ്ങോട്ട്, അതായത് മലയാള സിനിമ സൗത്ത് ഇന്ത്യ എന്ന രീതിയിലൊക്കെ വരണമെങ്കിൽ നമുക്ക് ആലോചിച്ചാൽ അറിയാം നമ്മൾ ഏത് കൊടുമുടിയിലാണ് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി നിൽക്കുന്നത് എന്നുള്ളത്. ഒപ്പം തന്നെ മഞ്ഞുമൽ ബോയ്സിനെ എടുത്ത് പറയണം. കുട്ടേട്ടനും കൂട്ടുകാരും കൊണ്ടുപോയി. അതും 10 അവാർഡാണ് മഞ്ഞുമൽ ബോയ്സിന് ലഭിച്ചിരിക്കുന്നത്. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, എല്ലാം അതായത് ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും അവരങ്ങ് കൊണ്ടുപോയിരിക്കുന്നു. അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതിന്റെ സെറ്റ് കണ്ടപ്പോൾ നമ്മൾ ഉറപ്പിച്ചു, നമ്മൾ അതിന്റെ പാട്ട് കേട്ടപ്പോൾ ഉറപ്പിച്ചു, വേടനെഴുതിയ വരികൾ കേട്ടപ്പോൾ ഉറപ്പിച്ചു, സംവിധാന മികവ് ചിദംബരത്തിന് തന്നെ എന്ന് ഉറപ്പിച്ച ഒരു വർഷമാണ് കഴിഞ്ഞു പോയിരിക്കുന്നത്. അപ്പം മഞ്ഞുമൽ ബോയ്സിന്റെ അവാർഡ് അത് 10 ചന്ദ്ര പ്രതീക്ഷിച്ചിരുന്നോ?